സുഷമ, കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. കൊട്ടാരക്കര ഗണപതി അമ്പലത്തിലെ ഇടത്താവളവുമായി ബന്ധപ്പെട്ട് നമ്മൾ 24 മണിക്കൂറും ചുക്കുവെള്ള വിതരണം നടത്തുന്നുണ്ട്. അതിനുവേണ്ടി 2 ദിവസവേതനക്കാരെ ദേവസ്വം ബോർഡ് നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കുന്നതിന് ദിവസവേതനത്തിൽ 2 പേരെ എടുത്തിട്ടുണ്ട്. പിന്നെ അയ്യപ്പന്മാർക്ക് വിരി വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുപോലെ അവർക്ക് ബാത്റൂം സൗകര്യമുണ്ട്. മറ്റൊന്ന്, പിന്നെ നട അടച്ചു കഴിഞ്ഞുള്ള സമയമാണെങ്കിലും അകത്തെ ഗേറ്റ് പൂട്ടാതെ പുറത്തൂടെ പ്രദക്ഷിണം ചെയ്ത് തൊഴുതു പോകാനുള്ളൊരു സൗകര്യമുണ്ട്. പിന്നെ ഉച്ചയ്ക്ക്, അതായത് ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ അന്നദാനം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നടക്കുന്നുണ്ട്. 41 വരെ ഉണ്ടാവും. അങ്ങനെ നടക്കുന്നുണ്ട്. ഇതുവരെ യാതൊരു കുഴപ്പമില്ലാതെ ഭംഗിയായിട്ട് നടന്നു പോകുന്നു. ഒരുവിധ പരാതിക്കും ഇടവരാതെ ഈ ഒരു മണ്ഡലകാലം ഭംഗിയായി തീരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വെട്ടത്തിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം പിന്നെ കറണ്ട് പോയാൽ തന്നെ ജനറേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വെളിച്ചം സംബന്ധമായ ഒരു സൗകര്യങ്ങളും ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരത്തോ ഉണ്ടാകുന്നില്ല. എല്ലാ ലൈറ്റുകളും നമ്മൾ വേണ്ടുന്ന രീതിയിൽ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുമുണ്ട്. ഈ വയറിങ്ങും എല്ലാം ആ പണികളെല്ലാം പൂർത്തിയായി ആവശ്യാനുസരണം വെട്ടവും വെളിച്ചവും എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. മണ്ഡലകാലം സംബന്ധിച്ച് സ്വാമിമാർക്ക് ഇവിടുത്തെ നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഇവിടെ ഇരേരും താന്നിയിലുള്ളതാണ്. ഞാൻ ശബരിമല പോയവനായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടുന്നാണ് പോയത്. ഇവിടുന്നാണ് ഞങ്ങൾ ബസ്സിൽ പോയത്, ട്രാൻസ്പോർട്ടിൽ. സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കഞ്ഞി ഉണ്ടായിരുന്നു, കാര്യങ്ങളുണ്ടായിരുന്നു, കിടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു. കിടന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പോയി തിരിച്ച് ഇവിടെ വന്നിപ്പോൾ ഞങ്ങൾ ബാത്റൂമിലും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി ഇവിടെ വന്ന് എന്നിട്ട് ഇവിടുന്ന് നമ്മൾ മാല ഊരിയിട്ടാണ് നമ്മളിൻ്റെ വീട്ടിലോട്ട് പോകുന്നത്. ഇവിടെ എനിക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടില്ല. ഇപ്പോൾ വന്നിട്ട് ഇവിടെ കിടക്കാനും സൗകര്യവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ നല്ലൊരു സഹായമാണ്. ആര് ചെയ്താലും ഇവിടെ നല്ല സഹായമാണ്. ഞാൻ കല്ലുവാതക്കൽ നിന്ന് വരികയാണ്. കൊട്ടാരക്കര ഗണപതിയെ പറ്റി ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു 7 സ്വാമിമാരുണ്ട്. ഞങ്ങൾ തിങ്കളാഴ്ച വരെ ഇവിടെ വന്നതാണ്. ഇവിടെ അന്നൊരു ദിവസം ഞങ്ങളൊരു 2 മണിക്കൂർ തങ്ങിയപ്പോൾ ഇവിടെ തങ്ങാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സൗകര്യങ്ങൾ നല്ലതായതുകൊണ്ടാണ് ഞങ്ങൾ തങ്ങിയത്. നമ്മൾ അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ പോകാൻ വരുന്നവർ ഇവിടെ ഗണപതി അമ്പലത്തിൽ വന്ന് ഇവിടെ കിടക്കാനായാലും നമുക്ക് വിരിയുണ്ട്. പിന്നെ രാത്രി 8 മണിക്ക് ഇവിടെ അയ്യപ്പന്മാർക്ക് കഞ്ഞി കൊടുക്കുന്നുണ്ട്. അപ്പുറത്തെ ഭാഗത്ത് കഞ്ഞി കൊടുക്കുന്നുണ്ട്. പിന്നെ ബാത്റൂമുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണ് കൊട്ടാരക്കര ഗണപതി അമ്പലം. അതുകൊണ്ടാണ് എവിടെ നിന്ന് വരുന്ന സ്വാമിമാരായാലും ഇവിടെ വന്ന് തങ്ങിയിട്ട് ഒരു ദിവസമെങ്കിലും തങ്ങിയിട്ട് പോകുന്നത്. ഇന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ വന്നത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ രാത്രി ഇവിടെ വന്ന് ഇവിടെ കിടന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ എണീറ്റ് കുളിച്ച് അമ്പലത്തിലും കയറി ഇവിടുന്ന് കഞ്ഞിയും കുടിച്ചിട്ടാണ് പിറ്റേ ദിവസമാണ് നമ്മളിവിടുന്ന് പൊരിയൊക്കെ വാങ്ങി ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടുള്ളത്. ഈ ഒരു വർഷം മാത്രം ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. നാട്ടിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. ഇവിടുന്ന് 30 രൂപ കേസ് കെട്ടുകൾ കല്ലുവാതക്കൽ. അതിപ്പം ഞങ്ങൾ മലയ്ക്ക് പോകാനായിട്ട് വന്നതാണ്. അപ്പോൾ കൊട്ടാരക്കര കുറച്ച് നേരം അമ്പലത്തിൽ കയറി തൊഴുതിട്ട് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല കാര്യങ്ങളാണ് പറയാനുള്ളത്. കാര്യം ബാത്റൂം ആയാലും അയ്യപ്പന്മാർക്കുള്ള കാര്യങ്ങളായാലും വളരെ നല്ല കാര്യങ്ങളാണുള്ളത്. അപ്പം സന്തോഷം. മുൻ വർഷങ്ങളിൽ ഒരുപാട് അയ്യപ്പ ഭക്തരിൽ നിന്നും ഉണ്ണിയപ്പ പ്രസാദം കിട്ടുന്നില്ല, ക്ഷേത്രം അടച്ചു കഴിയുമ്പോൾ ഉണ്ണിയപ്പ പ്രസാദം കിട്ടുന്നില്ല എന്നുള്ള പരാതി വന്നതിനെ തുടർന്ന് ഈ വർഷം ദേവസ്വം ബോർഡ് ഇടത്താവളം സംബന്ധിച്ച് കൂടിയ മീറ്റിങ്ങിലെല്ലാം ഞങ്ങളത് ബോർഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ബോർഡിൻ്റെ ഒരു അനുവാദവും ക്ഷേത്രം തന്ത്രിയുടെ ഒരു അനുവാദത്തോടും കൂടി ക്ഷേത്രം അടച്ചതിന് ശേഷം, അതായത് ഉച്ചയ്ക്ക് 1 മണി വരെ ഉണ്ണിയപ്പ രസീത് കൗണ്ടർ ഓപ്പണാക്കി വെക്കുകയും അതുവഴി രസീത് എടുത്ത് ചെല്ലുന്നവർക്ക് നേദിച്ചു വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം വിതരണം ചെയ്യുന്നതുമുണ്ട് അയ്യപ്പ ഭക്തർക്ക്. അത് അയ്യപ്പ ഭക്തരിൽ നിന്നുണ്ടായ പരാതിയെ തുടർന്നാണ് ഈ വർഷം അങ്ങനെ ഒരു സൗകര്യം കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട്.